ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രീം കേക്ക് വീഡിയോ ആണ്. ആദ്യം തന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സി ജാറിലേക്ക് ഇടുക. ഇത് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ചോക്ലേറ്റ് കേക്ക് ബേസിന് വേണ്ടിയിട്ടുള്ള ഈ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് അതിലേക്ക് പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഓറിയോൻ്റെ കേക്ക് തന്നെ നമ്മൾ അടിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഏകദേശം ഒരു 30-35 മിനിറ്റ് എടുക്കത്തുള്ളൂ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഗൈസ്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇതിലേക്ക് നമുക്കിനി ചോക്ലേറ്റ് സോസിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് ചോക്ലേറ്റ് സോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-2.5-3 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. അത് ആ ഒരു നമ്മൾ മിൽക്ക് ഒഴിക്കും, നല്ല ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് എടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30-35 മിനിറ്റ് എടുത്തു കേട്ടോ ബേക്കായി വരാൻ. അതിലേക്ക് ഇനി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സോസിൻ്റെ ആ ഒരു കട്ടിപ്പഴവാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കോൺഫ്ലോർ പൊടി, മൈദപ്പൊടി ഉണ്ടായില്ല, അപ്പോൾ കോൺഫ്ലോർ പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മൈദപ്പൊടി ചേർത്താലും മതി കേട്ടോ, കട്ടിയായി കിട്ടിയാൽ മതി. അപ്പോൾ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ചെയ്തിട്ടും കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസിലാക്കിയെടുക്കാം. നമ്മളിതിപ്പോൾ ചൂടാക്കുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടാക്കുന്നുള്ളൂ. അത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ചെറിയ പീസായിട്ട് കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന പാത്രം ഒറിജിനൽ ഡ്രീം കേക്കിൻ്റെ പാത്രമാണ്. ഞങ്ങൾ പണ്ടെപ്പോഴും ഡ്രീം കേക്ക് ജയ ബേക്കറിയിൽ നിന്ന് മേടിച്ചപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ അമ്മ. അത് കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്തു ആ കേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അന്ന് ഞങ്ങൾ 550 രൂപയ്ക്ക് എന്തോ മേടിച്ചാണ്. ഇന്നിപ്പോൾ 130 റുപ്പീസിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഒരു കുഞ്ഞു കിണ്ണത്തിൽ നമ്മൾ പാല് ഷുഗർ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് നമുക്കിനി ഇതൊന്ന് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ അത് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കുത്തി കൊടുക്കണം. ആ ഒരു പാലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അത് നന്നായിട്ട് വെറ്റാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നടക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഗൈസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തട്ടിപ്പറിച്ചിട്ട് ഞാനും കൂടെ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിത് അതും അവിടെ ഫുൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് കൊടുത്തു. കുറേ ആക്കി കഴിഞ്ഞാൽ ഓവർ മധുരമായിപ്പം. അപ്പോൾ എനിക്ക് അങ്ങനെ ഓവർ മധുരം ഇഷ്ടമല്ല, ഇതൊരു മീഡിയം മധുരം എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ അത് അവിടെ ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ തന്നെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ചോക്ലേറ്റ് സോസ് കട്ട പിടിച്ചു, കാരണം കോൺഫ്ലോറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് സോസ് ഇങ്ങനെ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചാൽ മതി കേട്ടോ ഗൈസ്. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഈ സാധനം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പണിയുമില്ല, ഒരു കുഞ്ഞു പണിയും കൂടെ ഉള്ളൂ. ഇത് നമുക്ക് വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ കട്ടി വെച്ചാൽ ഇതില്ലേ ബദാം, അതൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. എനിക്ക് അത്ര ഓവർ മധുരം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് നമ്മളെല്ലാ സാധനങ്ങളും കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഓവർ മധുരമായി കഴിഞ്ഞാൽ മത്ത് പിടിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് മധുരത്തിലാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് ഓവർ ചോക്ലേറ്റും ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം നിങ്ങളുടെ ഇഷ്ടം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ആ ഒരു ബദാം നമ്മൾ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. എനിക്കത് ഇങ്ങനെ ഇഷ്ടമാണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടാനായിട്ട്. അത് നല്ല ടേസ്റ്റാണ്. പുറകിൽ നിന്നൊരു അമ്മ വിളി കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അനിയത്തി അവിടെ നിന്ന് വിളിക്കുന്നതാണ് അമ്മേനെ, ഞാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ ഫുൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിന് കുറച്ചും കൂടെ പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ജ്യൂസ് ഉണ്ടാക്കി ആ പാനിലേക്ക് തന്നെ ബാക്കി വന്ന ആ ഒരു മിൽക്കും പിന്നെ കുറച്ച് കൂടുതൽ മിൽക്ക് മെയ്ഡും പിന്നെ അതിലേക്ക് വേറെ എന്തോ സാധനം കൂടെ, പിന്നെ കുറച്ച് ചോക്ലേറ്റ്, മൂന്നാർ ചോക്ലേറ്റ്. ഞങ്ങൾ എത്രയോ മൂന്നാർ പോയപ്പോൾ കുറച്ച് മൂന്നാർ ചോക്ലേറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ പറ്റിയിട്ടില്ല, എന്താണെന്ന് നോക്കിയാൽ. പിന്നെ കുറച്ച് ഡയറി മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അമ്മ പറഞ്ഞ് കുറച്ച് ഓവർ ചോക്ലേറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മൂന്നാർ ചോക്ലേറ്റും കുറച്ച് ഡയറി മിൽക്കും കൂടെ നമ്മൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ലൂസാക്കി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ലെയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ക്രഞ്ചീസ് അത് ഡയറി മിൽക്കിൻ്റെ അല്ല, ആ മൂന്നാർ ചോക്ലേറ്റിൽ കുറച്ച് കുഞ്ഞു ക്രഞ്ചി ബോൾസ് ഉണ്ടായിരുന്നു. ആ ബോൾസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അത് തന്നെ ഉള്ളതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കൊക്കോ പൗഡർ, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ ഗൈസ്, കൊക്കോ പൗഡർ. അതില്ലാതെ എന്ത് ഡ്രീം കേക്ക്. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആഡ് ചെയ്തിട്ട് എല്ലാം പുറത്ത് പോകുന്നു. അപ്പോൾ അമ്മയാണ് എനിക്കത് ചെയ്ത് തന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ അതിൻ്റെ മുകളിൽ വാരി വിതറി എടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അത്ര പൈസ ആവത്തില്ല, സൂപ്പർ ടേസ്റ്റുമാണ്. എനിക്കും ഇതിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് സെറ്റായിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞോടെ നിങ്ങളൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ആർത്തി മൂത്ത് ഞങ്ങൾ എടുത്താണ് കേട്ടോ ഗൈസ്, പക്ഷെ നല്ല സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ബൈ ഫ്രം ഫൺ വിത്ത് കുഞ്ഞാൻ ചിന്നു.